ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലുള്ള തിന്നായിട്ടുള്ള ഒരു പേപ്പറില്ല, അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് നമ്മളിങ്ങനെ പൊളിച്ച് മാറ്റാണ്. അപ്പോൾ നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഒരു വേവ്സ് ആയിട്ടുള്ള ടൈപ്പ് കിട്ടും. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. ഒരുപാട് വീതിയിലല്ല, ഇത് ഒരേ സൈസിലൊന്നിങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ്സിലുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ പിങ്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പേൾ കളർ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും. അപ്പോൾ നല്ലൊരു പിങ്കുമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മേലെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ആ ഒരു മേലെ ഭാഗം മാറ്റിയിട്ടുള്ള ഒരു വേവ്സ് പോലുള്ള ഒരു കാർഡ്ബോർഡിന് കുറുഗേറ്റഡ് കാർഡ്ബോർഡ് എന്നാണ് പറയുക. അപ്പോൾ അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നല്ല പെയിൻ്റൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ മേലെ ഒരു തിന്നായിട്ടുള്ള പേപ്പർ നല്ല പൊളിച്ച് മാറ്റിയിട്ടൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഒരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു തിന്നായിട്ടുള്ള പേപ്പർ മാറ്റുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പേപ്പർ കാണുമ്പോൾ അത്രയ്ക്ക് ഒരു നീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് പെയിൻ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളറിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പം നമ്മൾ ആ ഒരു വേവ് വരുന്ന രീതിയിൽ കേട്ടോ, ആ ഒരു മേലെ ഭാഗം ഇങ്ങനെ പൊങ്ങിയിട്ടില്ലേ, അപ്പോൾ അത് ഒന്നിങ്ങനെ കിട്ടുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു രണ്ടിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല, രണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഇതിൻ്റെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിൽ ഒരേ ലെവലിലൊന്ന് നമ്മളിങ്ങനെ ഒരുപോലെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു റൗണ്ട് പീസസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്കിൻ്റെ ബാക്ക് കവറിൽ നിന്ന് എടുക്കാം. പിന്നെ അതുപോലെ പേസ്റ്റിൻ്റെ ബോക്സ് ഉണ്ടാവില്ല, അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസസ് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിലേക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പിന്നെ ഇതുപോലെ ഒരു പ്ലസ് നേടുന്ന രീതിയിൽ ആ ഒരു സർക്കിൾ ഷേപ്പിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ഒരു ഗ്യാപ്പുള്ള ഭാഗത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 8 ആ ഒരു പീസസ് വെച്ച് ഒട്ടിക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ ആ ഒരു നല്ല നീറ്റായിട്ട് ഒട്ടിക്കുന്ന സമയത്ത് നടുക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു റൗണ്ട് പോലെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ആ ഓരോ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കും ഇങ്ങനെ ഓരോ പീസസ് ആയിട്ട് നമ്മളിങ്ങനെ കുറേ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഒരേ സൈസിലുള്ള പീസസ് ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ആ ഒട്ടിച്ചത് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസസും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള നല്ലൊരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നടുക്ക് ഭാഗത്ത് ചെറിയൊരു ഇങ്ങനെ റൗണ്ട് ഷേപ്പ് പോലെ ഇരിക്കുന്നില്ല, ആ ഒരു ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ പഴയ ഡ്രസ്സിലുള്ള ഒരു മെറ്റലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അപ്പോൾ റൗണ്ട് ഷേപ്പ് ഒരു ഫ്ലവർ പോലെയുള്ള, അപ്പോൾ അതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ ചെറിയൊരു സ്റ്റോണും കൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. പേൾസോ അല്ലെങ്കിൽ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടെങ്കിൽ ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് ചെയ്താന്ന് കണ്ടാൽ തോന്നുന്നില്ല കേട്ടോ, അത്രയും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെയും കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇത് ഒരു ഫ്ലവർ മാത്രമായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന കാർഡ്ബോർഡ് മാത്രം വെച്ച് നല്ല അടിപൊളിയായിട്ടൊരു ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡ് കൊണ്ട് ചെയ്താന്ന് ആരും പറയില്ല കേട്ടോ, അത്രയും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.